ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നിവിടെ നല്ല അടിപൊളി അച്ചാറുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് മാമ്പഴക്കാലമൊക്കെ ആണല്ലോ, അപ്പൊ ധാരാളം മാങ്ങ കിട്ടുമല്ലോ. അപ്പൊ ഇത് മാങ്ങ അച്ചാറുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതേപോലെ ഒന്നേ അച്ചാറുണ്ടാക്കി അങ്ങോട്ട് നോക്കിക്കോ. എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് സൂക്ഷിച്ചങ്ങോട്ട് വെക്കാം. കൂട്ടുകാരെ, ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ ഇതിനായിട്ട് ഒരു 4 മാങ്ങയാണ് എടുത്തേക്കണത്. നല്ല പച്ച മാങ്ങയാണ്. അത്യാവശ്യം നല്ല പുളിപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മാങ്ങ ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം. കട്ടൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിത് ചെറുതായിട്ടല്ല അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കണ്ട ചെത്തി അങ്ങോട്ട് എടുക്കുകയാണ്. ഇതേപോലെ ഈ മാങ്ങയൊക്കെ ചെത്തിയെടുത്ത് അച്ചാറിടുന്നതിന് ഞങ്ങള് ചെത്തുമാങ്ങ അച്ചാർ എന്നാണ് പറയാറ്. ആ മാങ്ങ മൊത്തം അടിപൊളിയായിട്ട് അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് എടുക്കാം. ഇതേപോലെ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ ചെത്തി എടുക്കുമ്പോഴേ തലേ ദിവസം രാത്രിയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഏറ്റവും നല്ലത്. അപ്പൊ ഇതേപോലെ എല്ലാം ചെത്തി അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് അടച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് എടുത്ത് അച്ചാർ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഉപ്പൊക്കെ മാങ്ങയിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാങ്ങ കുറച്ചങ്ങോട്ട് വാടി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവേ. അപ്പൊ ഞാൻ ഈ മാങ്ങ ഫുള്ളായിട്ട് അങ്ങോട്ട് ചെത്തി എടുത്തിട്ടേ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് അടച്ചങ്ങോട്ട് വെച്ചു. പിന്നെ കൂട്ടുകാരെ, ഞാനേ ഈ മാങ്ങയുടെ ഒപ്പേ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കണ്ടേ. മാങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയും ചേർത്തുള്ള അച്ചാറാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത്. ഇതൊരു 3 വെളുത്തുള്ളിയാണ്. ചൈനീസ് വെളുത്തുള്ളിയുണ്ട്, നല്ല വലിപ്പമുണ്ട്. അപ്പൊ ഞാനത് നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പൊ മാങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നല്ല അടി കട്ടിയുള്ള നല്ലൊരു ചട്ടി അങ്ങോട്ട് വെക്കുക. അപ്പൊ ഒരു ഇന്റാലിയത്തിന്റെ ചട്ടിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ അതിലേക്ക് ഇനി ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണ ഉണ്ടല്ലോ, എള്ളെണ്ണ. അതാണ്. അത് വെച്ച് ഉണ്ടാക്കിയാലാണ് അച്ചാറിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടെ ഈ വെളുത്തുള്ളി ഒന്ന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണേ. അത് അടിപൊളിയായിട്ട് അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ടെ ഇതിലേക്ക് പിന്നെ കുറച്ച് മസാലപ്പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ ഇതിലേക്ക് അച്ചാർ പൊടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ചേർത്താൽ മതിയാവും. അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സെപ്പറേറ്റ് പൊടികളായിട്ട് തന്നെയാണ്. അപ്പൊ വെളുത്തുള്ളി അത്യാവശ്യം വാടി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ പൊടികളും കൂടി ചേർത്തേ അത് വഴറ്റുമ്പോൾ അത് റെഡിയായി കിട്ടിക്കോളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്തു. ഈ പൊടികളെല്ലാം ചേർക്കുമ്പോഴേ നമ്മൾ ആ തീ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെറിയ തീയായിട്ട് അങ്ങോട്ട് വെക്കണേ. ഇതെല്ലാം അങ്ങോട്ട് ചേർത്തിട്ട് ഇനി നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറണ വരെ ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം. ഇതങ്ങോട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണേ. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി അടിപൊളിയായിട്ട് അങ്ങോട്ട് വന്നോളൂ. ഇതിപ്പോ ഈ ഒരു സ്റ്റേജിൽ ഇത് വെളുത്തുള്ളി അച്ചാറായി. കുറച്ചും കൂടി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാറാണ്. ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വെളുത്തുള്ളി അച്ചാർ റെഡി. ഇത് ഉണ്ടാക്കുന്ന വെളുത്തുള്ളി അച്ചാറല്ലാത്തതുകൊണ്ട് ഞാൻ ആ കട്ട് ചെയ്ത് വെച്ച മാങ്ങ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തേ മുഴുവനും. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഉപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഊറി വന്ന വെള്ളമാണേ. അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ല വണ്ണം അങ്ങോട്ട് ഇത് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. മാങ്ങയുടെ ഒരു പച്ചപ്പൊക്കെ അങ്ങോട്ട് പോണവരെ ഇത് നല്ല വണ്ണം അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേ അങ്ങോട്ട് ഇനി റെഡിയാക്കി അങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് ഇതിലേക്ക് ഒട്ടും വെള്ളം അങ്ങോട്ട് ചേർക്കാൻ പാടില്ലേ. ഇനി ഉപ്പൊക്കെ അങ്ങോട്ട് നോക്കണം. അപ്പൊ ആ മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. അപ്പൊ ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് ഇത് നല്ല വണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. താറ്റി വെള്ളം ചേർക്കാണ്ട് ആ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വന്നവരെ ഇതിന്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോണവരെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അത്യാവശ്യം ടൈം എടുക്കും, കാരണം ഇതേപോലെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലാണ് തരി വെള്ളത്തിന്റെ ഒന്നും അംശം ഇല്ലാണ്ടായി കഴിഞ്ഞാലാണ് അച്ചാറ് കുറെ കാലം അങ്ങോട്ട് കേടുകൂടാണ്ട് നിൽക്കുള്ളൂ. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് അടിപൊളിയായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇതങ്ങോട്ടെ സൂക്ഷിച്ചു വെക്കുമ്പോഴേ തരി വെള്ളം വീഴാണ്ട് നോക്കിയാൽ മാത്രം മതി.
ഇത് അടിപൊളിയായിട്ട് അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ. ഇതേ റെഡിയായി വന്നോന്നൊക്കെ അറിയാനായിട്ടേ നമ്മൾ ഈ എണ്ണയില് വെള്ളത്തിന്റെ അംശമുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ചെറിയ സൗണ്ട് വരുമല്ലോ. ആ സൗണ്ടൊക്കെ നോക്കിയാൽ മതിയാവും. ആ സൗണ്ടൊക്കെ വന്നിട്ടുണ്ടോന്നേ. അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അത്യാവശ്യം ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുത്താൽ മതിയാവേ. ഇതേ റെഡിയായി കഴിഞ്ഞാലേ ഇത് അടച്ചു വെക്കണല്ലോ. അപ്പൊ ഈ അടച്ചു വെക്കുമ്പോഴേക്ക് ഇതിലേക്ക് ആവി വെള്ളം വീഴാണ്ടിരിക്കാനായിട്ട് ഇതിന്റെ മുകളിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി കെട്ടി വെക്കാം. നല്ല വലിച്ചങ്ങോട്ട് കെട്ടി വെച്ചിട്ട് ആ പ്ലേറ്റ് അങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാല് ആവി വെള്ളമൊന്നും അതിലേക്ക് തിരിച്ചു വീഴൂലേ. ഇത് നല്ല വെണ്ണം അങ്ങോട്ട് ചൂടാറി കഴിഞ്ഞാൽ ഒരു ചില്ലിന്റെ കുപ്പിയോ അതല്ലെങ്കിൽ ഭരണിയിലൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാം. ആവശ്യത്തിന് കുറേശ്ശെ അങ്ങോട്ട് എടുത്തിട്ടേ കുറച്ച് ഉപ്പുവെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് ഡയല്യൂട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മാത്രം മതി. എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് അങ്ങോട്ട് വെക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുതേ.